ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ യൂണിക്കോൺ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഓയിലിൽ കത്തുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. അപ്പോൾ അത് എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടാണ് മറ്റേ സൗണ്ടിൻ്റെ കേസൊക്കെ ക്ലിയർ ചെയ്തത്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഉണ്ടാവാനായിട്ടുള്ള 2 കാരണങ്ങൾ. ഒന്ന് വാൽവിൻ്റെ ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് റോക്കറാം സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. റോക്കറാമിൻ്റെ ഈ ബെയറിങ് കാര്യങ്ങൾ പോയേക്കാണ്. അപ്പോൾ നമുക്ക് സെറ്റായിട്ടേ കിട്ടുള്ളൂ. ഓരെണ്ണം ഡാമേജ് എന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റായിട്ടാണ് അത് കിട്ടുള്ളൂ. പിന്നെ ക്യാം ഷാഫ്റ്റ് നമ്മൾ ബെയറിങ് മാറ്റാനായിട്ടാണ് നോക്കിയത്. പക്ഷേ എന്ന് വെച്ചാൽ ബെയറിങ് മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലൈഫ് കുറവായിട്ട് കാണിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ക്യാം ഷാഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ടാണ്. കാരണം ഇത് നമ്മൾ എങ്ങനെ ചെയ്താലും അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതാണ് അത് മാറ്റിയത് കേട്ടോ. പിന്നെ എഞ്ചിൻ്റെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങൾ നമ്മൾ അയച്ചതിൻ്റെ കൂട്ടത്തിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനറൊക്കെ മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് എഞ്ചിനും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററാണ്. കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അയച്ച് ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ട്യൂൺ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ കുറേ നേരം ഇരുന്നിട്ട് എടുക്കുമ്പോഴും അതേപോലെ തന്നെ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോഴും ചോക്ക് ഉപയോഗിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കാർബറേറ്റർ നല്ല രീതിയിൽ കാർബറേറ്റർ ബോട്ടം തേയ്മാനം വന്നേക്കണതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാനാണ് മാർഗമുള്ളൂ. പരമാവധി നമ്മളതിൻ്റെ വാക്യൂം പിസ്റ്റണൊന്നും നമ്മൾ നിലവിൽ മാറ്റിയിട്ടില്ല. അത് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. 760 രൂപ 765 രൂപ അതിന് കോസ്റ്റ് വരുന്നുണ്ട് ആ വാക്യൂം പിസ്റ്റൺ മാത്രം. അത് മാറ്റിയിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ ബോട്ടം നല്ല രീതിയിൽ തേയ്മാനമുണ്ട്. കാർബറേറ്റർ യൂണിറ്റ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധിയും ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ചോക്ക് ഉപയോഗിക്കുക. വണ്ടി എഞ്ചിനൊന്ന് വാമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കാണിക്കില്ല. എഞ്ചിൻ നല്ലൊരു ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കാണിക്കില്ല. ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചാലും കംപ്ലയിൻ്റ് ഉണ്ടാവില്ല. നമ്മൾ വന്നപ്പോൾ ഉള്ള കംപ്ലയിൻറ്റിനെ ഒരു 90% സോൾവ് ചെയ്തിട്ടുണ്ട്. 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം കാർബറേറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലടക്കം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്തിരുന്നു. അതിനകത്ത് കിടക്കുന്ന ലൈൻഡർ എന്ന് വെച്ചാൽ കമ്പനി ലൈൻഡർ എന്നല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റായാലും നല്ല സ്പോക്കറ്റാണ്. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. ഡിസ്ക് പ്ലേറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, പാഡ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ആ ഭാഗമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ ഫ്രണ്ട് വൈസറിൻ്റെ ഇവിടെയൊക്കെ ഡാമേജ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് നോക്കി ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബിൽ അമൗണ്ട് ഡീറ്റെയിൽസൊക്കെ ആകുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.